ഹലോ, ഞാൻ രാവിലെ തന്നെ റെഡി ആയിട്ട് പോകുന്നത് എറണാകുളത്തേക്കാണ്. നാളെ മൃദംഗനാഥത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് എറണാകുളത്ത് വെച്ചിട്ട്. അതിന് പോവുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കലാലയത്തിൽ കുട്ടികളുണ്ട് കേട്ടോ. അവരാട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് നിന്ന് KSRTCക്കാണ് പോയത്. ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങി, ഫോണിൽ കളിച്ചു. അങ്ങനത്തെ ഫൈനലി ഞാൻ എറണാകുളത്തെത്തി. ഇതെൻ്റെ ഫ്രണ്ട് പാർവതിയുടെ കലാലയമാണ്. അവളുടെ സ്റ്റുഡൻസ് ആട്ടോ. നല്ല ഡാൻസറാട്ടോ അവളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ കുറച്ച് സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്താട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവളുടെ വീടാണ്. നല്ല രസമല്ലേ വീട് കാണാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീട്. എനിക്ക് ഭയങ്കര കാം ആൻഡ് കൂളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനത്തെ ഇത് പിറ്റേ ദിവസമാണ്. അന്ന് നമ്മളുടെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. അവളെനിക്ക് രാവിലെ തന്നെ ഇരുന്നിട്ട് അവളുടെ കുറേ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരിക കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഈ ഒരു ഇയറിംഗ് ഇല്ലേ, ഇത് നമ്മൾ പക്ക ടെമ്പിൾ കളക്ഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അതുപോലെ തന്നെ അങ്ങനെയെല്ലാം കൂടെ വൈകുന്നേരം ദേ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തി. എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും എൻട്രി ചെയ്തു. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും സെയിം കോസ്റ്റ്യൂം, ഹെയർ, അതുപോലെ തന്നെ ആക്സസറീസ് എല്ലാം കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ടീച്ചേഴ്സിനൊക്കെ എൻട്രി പാസ് ഫ്രീ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ പുറകെ കുറേ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നോട് എടുക്കാൻ മറന്നുപോയി. ഞാൻ ആ ഒരു ശ്രദ്ധയിലായിപ്പോയി. അത്രയൊക്കെ ഉള്ളൂ. ബാക്കി വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ കാണാം. ബൈ.